നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് 12ലാണ് വ്യാഴവും ശുക്രനും നിൽക്കുന്നത്. അപ്പോൾ ദൈവാധീനക്കുറവിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും സധനോ അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ലാഭാധിപതിയായിരിക്കുന്ന ശുക്രൻ 12ാം ഭാവത്തേക്കുന്നത്. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ്. എന്തായാലും സാമ്പത്തിക ഞെരുക്കത്തിന് യോഗമുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. ചില സമയത്ത് കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കൊണ്ട് കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ലഗ്നാൽ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് രാഹു പൂജയും കേതു പൂജയും ചെയ്യണം, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ. കാരണം എല്ലാ ഗ്രഹങ്ങളും ഒരു ഭാഗത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു കാളസർപ്പയോഗം പോലെയാണ് ഈ സമയത്ത് കാണുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതത്ര പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ്. നടുവിന് തല്ല് കിട്ടിയ പാമ്പിൻ്റെ ഒരു അവസ്ഥയിൽ കുറച്ചങ്ങോട്ട് ഉയർന്നു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന് ബ്ലോക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. രാഹുപൂജ, കേതുപൂജ, അതുപോലെ തന്നെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നാഗപൂജ ചെയ്യുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നെഗറ്റീവ് എനർജി മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അഷ്ടമാധിപത്യം വഹിച്ചിട്ട് ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയമാണ്. അപ്പം 9ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ചും അഷ്ടമാധിപത്യം വഹിച്ചുമാണ്. ഇപ്പോൾ 2 ഫലങ്ങളുള്ളത് കാരണം ചില സമയത്ത് ഭാഗ്യക്കുറവ് പോലെ ഉള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് ഭാഗ്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം എന്താ വെച്ചെന്നാൽ 12ൽ വ്യാഴം കൂടി നിൽക്കുന്നത് കാരണം കൊണ്ടും ഭാഗ്യാധിപതി 12 നിൽക്കുന്നത് കാരണം കൊണ്ടും ഭാഗ്യക്കുറവ് ഉണ്ടാകാതിരിക്കാനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അതേപോലെ വീട് വിട്ട് അന്യദേശ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല, അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം കാണുന്നത്. രുചകായോഗം ഉള്ളത് കാരണം ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. അത് കാരണം കൊണ്ട് എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കും. ജോലീൻ്റെ കാര്യത്തിൽ വലിയൊരു ദോഷം കാണുന്നില്ല. അനുകൂലമായിരിക്കുന്ന നല്ല രീതിയിലുള്ള തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, തൊഴിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ പോലും ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് വലിയൊരു അഭിവൃദ്ധി പറയാനും വയ്യ. കാരണം എന്താ വെച്ചാൽ കാര്യം ജോലി സംബന്ധമായിട്ട് നല്ലതാണ്. പക്ഷേ മറ്റുള്ള രീതിയിലുള്ള തടസ്സങ്ങൾ, നടുവേദന പോലുള്ള രോഗാവസ്ഥ, കാര്യങ്ങൾ, കാര്യതടസ്സം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗം കൂടി ഉള്ളൊരു സമയമാണ്. എങ്കിലും രുചകായോഗം വളരെ നല്ലതാണ്. ജോലി ഉണ്ടാകും, ജോലിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലം ഉണ്ടാകും. നിപുണായോഗം ഉണ്ട്, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, സംസാരം കൊണ്ട് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ 2ാം ഭാവം ധനാധിപതിയാണ് ബാധാസ്ഥാനത്ത് നിൽക്കുന്ന, ധനകാരകൻ 12ലുമാണ്. അപ്പോൾ സാമ്പത്തിക ഞെരുക്കം പോലെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. അയ്യപ്പ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ മാസം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് കടന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.